So dear students, we are going to continue with our rotational spectra. Now we know what do you mean by spectra or how we are getting spectrum. We have already told when electromagnetic radiation interacts with matter, the interaction between them gives emission lines in different regions or bands, and we are getting molecular spectrum. In that molecular spectrum, that molecule can undergo either rotation or vibration or electronic transitions. Translational motions we are not taking up. So we are going to take rotational, vibrational and electronic, and the most basic one is called rotational spectra. So here we are considering about a diatomic molecule. That means it is having two atoms of masses m1 and m2, and we are usually explaining with the help of a rigid rotor. See, first before going to that, whenever there is a rotational spectra, the spectral region is found in the microwave region of electromagnetic spectra. അതായത് റൊട്ടേഷണൽ സ്പെക്ട്ര കിട്ടുന്നത് ഇലക്ട്രോമാഗ്നറ്റിക് സ്പെക്ട്രയുടെ മൈക്രോവേവ് റീജിയനിലാണ്. അതായത് അതിൻ്റെ ഫ്രീക്വൻസി റേഞ്ച് എന്ന് പറഞ്ഞാൽ 3×10⁻10 തൊട്ട് 3×10⁻14 ഹെർട്സ്. അപ്പം ഈ ഫ്രീക്വൻസി റേഞ്ചിലാണ് നമുക്ക് മൈക്രോവേവ് റീജിയൻ എന്ന് പറയുന്നത്. അവിടെയാണ് നമുക്ക് റൊട്ടേഷണൽ സ്പെക്ട്ര കിട്ടുന്നത്. നൗ ഫോർ ഗെറ്റിംഗ് റൊട്ടേഷണൽ സ്പെക്ട്ര നമുക്ക് ഒരാവശ്യമുണ്ട്. വി ഹാവ് ടു സീ ദാറ്റ് ദ മോളിക്യൂൾ ഹാവ് എ പെർമനൻറ്റ് ഡൈപോൾ മൊമെൻറ്റ്. ഒരു ഡൈപോൾ മൊമെൻറ്റ് ഉള്ള ഒരു മോളിക്യൂളിന് മാത്രമേ റൊട്ടേഷണൽ സ്പെക്ട്ര കിട്ടാൻ പറ്റുള്ളൂ. അപ്പോൾ എന്താണ് ഈ ഡൈപോൾ മൊമെൻ്റ് എന്ന് പറയണം. അതിനു മുമ്പേ ലെറ്റ് മീ എക്സ്പ്ലെയിൻ അബൌട്ട് ദിസ് റിജിഡ് റൊട്ടേറ്റർ. റിജിഡ് റൊട്ടേറ്റർ എന്ന് പറയുന്നത് നമ്മളിവിടെ രണ്ട് മാസമുള്ള ഒരു മെറ്റീരിയൽ ആറ്റം ആണ് കൺസിഡർ ചെയ്യുന്നത്, m1ഉം m2ഉം. ഈ ആരോ കാണിച്ചേക്കുന്നത് റൊട്ടേഷനാണ്. കണ്ടോ, റൊട്ടേഷനാണ് ഈ ആരോ കാണിച്ചിരിക്കുന്നത്. ഇവിടുന്ന് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് വരും. സോ അതിന് വേറൊരു ക്ലാസിക്കൽ ഡിസ്ക്രിപ്ഷൻ ഉണ്ട്, അത് നെക്സ്റ്റ് ഡേ ഞാൻ കാണിച്ചു തരാം. അപ്പം നമ്മൾ പറയുന്നത് ആൻഡ് ദിസ് മോളിക്യൂൾ ഈസ് ഹാവിങ് എ സെൻറ്റർ ഓഫ് മാസ്. ഈ ആറ്റം തൊട്ട് ഈ ആറ്റം വരെയുള്ള ഡിസ്റ്റൻസ് സ്മോൾ ആർ ആണ്. ഈ സെൻറ്റർ ഓഫ് മാസിൽ നിന്നും ഓരോ മാസിലേക്കുള്ള ഡിസ്റ്റൻസ് m1 എന്നുള്ളത് r1 എന്നും പറയാം, m2 എന്ന് പറയുന്നത് r2 എന്നും പറയാം. ആൻഡ് സെൻറ്റർ ഓഫ് മാസ് ഇസ് ദ റൊട്ടേഷൻ ആക്സിസ് ദാറ്റ് ഈസ് പാസിംഗ് ത്രൂ ദ സെൻറ്റർ ഓഫ് ദിസ് മോളിക്യൂൾ. അപ്പോൾ ഇതാണ് ഒരു റിജിഡ് റൊട്ടേറ്റർ. ഈ റിജിഡ് റൊട്ടേറ്റർ, റിജിഡ് എന്ന് പറയുന്നത് സോളിഡ് വിച്ച് വിൽ നോട്ട് ചേഞ്ച് ഇറ്റ്സ് ഷേപ്പ്. റൊട്ടേറ്റർ എന്ന് പറഞ്ഞാൽ വിച്ച് ഇസ് കേപ്പബിൾ ഓഫ് റൊട്ടേറ്റിംഗ്. അപ്പം നമ്മൾ പറയണത് m1ഉം m2 എന്ന് പറയുന്ന രണ്ട് ആറ്റം ഉണ്ട്. അവർ തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് r ആണ്. രണ്ടിൻ്റെയും സെൻറ്റർ ഓഫ് മാസിൽ നിന്നും ഓരോന്നിൻ്റെയും ഡിസ്റ്റൻസ് r1ഉം r2ഉം. അത് റൊട്ടേറ്റ് ചെയ്യണത് കാണിച്ചിട്ടുണ്ട്. റൊട്ടേഷൻ ആക്സിസും കാണിച്ചിട്ടുണ്ട്. റൊട്ടേറ്റ് ചെയ്യണ രീതി കണ്ടല്ലോ ഇതിൻ്റെ പ്ലെയിൻ നമ്മൾ നോക്കുമ്പോൾ. ഓക്കെ, ഇനി നമ്മൾ പറയണത് അതാണ് ഞാനിവിടെ എയും ബിയും ആയിട്ട് നിങ്ങൾക്ക് വരച്ച് കാണിച്ചത്. ഓക്കെ, ഞാൻ നമ്മളിപ്പോൾ ഇവിടെ ഒരു എക്സാമ്പിളാണ് എടുത്തിരിക്കുന്നത്. HCl എന്നുള്ള എക്സാമ്പിളാണ്. നിങ്ങൾക്കറിയാം അതിന് രണ്ട് ആറ്റം ഉണ്ട്, ഹൈഡ്രജൻ ആറ്റവും ക്ലോറിൻ ആറ്റവും. H+ഉം ആണ്, H- ആണ്. ഡെൽറ്റ എന്ന് പറഞ്ഞാൽ പാർഷ്യൽ പൊളാരിറ്റി, പൊളാരിറ്റി എന്ന് പറഞ്ഞാൽ ചാർജസ്. അപ്പോൾ H+ എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ആൻ അയോൺ. ക്ലോറിൻ എന്ന് പറയുന്നതും നെഗറ്റീവ് അയോണും ഇവൻ പോസിറ്റീവ് അയോൺ. അപ്പോൾ ഡൈപോൾ മൊമെൻ്റ് ആരോ ഇടുമ്പം ഇറ്റ് ഈസ് ഓൾവേസ് ഫ്രം പോസിറ്റീവ് ടു നെഗറ്റീവ്. അതായത് ഒരു ആരോ ഇട്ടിട്ട് ഇവിടെ ഒരു വര വരച്ചാൽ ദാറ്റ് ഷോസ് ദാറ്റ് ഇസ് എ പോസിറ്റീവ്. ആരോ കാണിച്ചാൽ ഇറ്റ് ഈസ് ഗോയിങ് ടുവേർഡ്സ് നെഗറ്റീവ്. ഇതാണ് ഡൈപോൾ മൊമെൻ്റ് ഇങ്ങനെ വരച്ചാലുള്ള സിമ്പൽ. അപ്പം ഡൈപോൾ എന്ന് പറഞ്ഞാൽ രണ്ട് പോളുണ്ട്, അതാണ് ഡൈപോൾ. അങ്ങനെയാണെങ്കിൽ നമുക്ക് വി ആർ ഹാവിങ് ടു ടൈപ്സ് ഓഫ് മോളിക്യൂൾസ് ലൈക്ക് പോളാർ മോളിക്യൂൾസ് ആൻഡ് നോൺ പോളാർ മോളിക്യൂൾസ്. അപ്പോൾ ഈ ഡൈപോൾ മൊമെൻ്റ് എന്താണ്? ഇറ്റ് ഈസ് ജസ്റ്റ് എ യൂണിറ്റ് വിച്ച് ഷോസ് ദ പൊളാരിറ്റി. അതായത് ഈ ആരോയുടെ ലെങ്ത് ആണ്, ഈ ആരോ ഇങ്ങനെ ഒരു ആരോ കാണിച്ചിരിക്കുന്നത്, ഈ ആരോയുടെ ലെങ്ത് ആണ് അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് ഓഫ് ഡൈപോൾ മൊമെൻ്റ് എന്ന് പറയുന്നത്. മാഗ്നിറ്റ്യൂഡ് ഓഫ് ഡൈപോൾ മൊമെൻ്റ് എന്ന് പറയുന്നത് ദ ലെങ്ത് ഓഫ് ദിസ് ആരോ ദാറ്റ് ഈസ് ഫ്രം പോസിറ്റീവ് ടു നെഗറ്റീവ്. ഡെൽറ്റ ഷോസ് പൊളാരിറ്റി. അതായത് ഇതൊരു പോളാർ മോളിക്യൂളാണ്. പോളാർ മോളിക്യൂൾസിന് പെർമനൻറ്റ് ഡൈപോൾ മൊമെൻ്റ് ഉണ്ട്. അപ്പം നമ്മളിവിടെ റൊട്ടേഷൻ കാണിച്ചിട്ടുണ്ടല്ലോ, ലൈക്ക് ദിസ് ആൻഡ് ലൈക്ക് ദിസ്. അപ്പം ഈ HCl ഇവിടെ നിന്ന് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ എന്ത് പറ്റും? ഇത് ഇങ്ങനെ വരും. അപ്പം നമ്മൾ ആരോ ഇവിടെ നിന്ന് അങ്ങോട്ട് പോകും, ഇവിടെ ഒരു ക്രോസും കാണും. ദെൻ എഗെയിൻ ഇറ്റ് ഈസ് റൊട്ടേറ്റിംഗ്. അപ്പം Cl ഇവിടെ വരും, H ഇവിടെ വരും. എഗെയിൻ ഇറ്റ് ഈസ് റൊട്ടേറ്റിംഗ്. ഇതാ അപ്പം ഇങ്ങനെ വരുന്നു. ആൻഡ് എഗെയിൻ ഇറ്റ് ഈസ് ഗോയിങ് ബാക്ക്. ഇങ്ങനെയാണ് ഒരു റൊട്ടേഷൻ മോളിക്യൂൾ റൊട്ടേഷൻ നടക്കുന്നത്, നടക്കുന്നത്. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ ഇതിന് പാർഷ്യൽ പോസിറ്റീവ് ചാർജസും ഉണ്ട്, നെഗറ്റീവ് ചാർജസും ഉണ്ട്. അപ്പോൾ ഈ മോളിക്യൂൾ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ എന്ത് പറ്റും? ഈ മോളിക്യൂളിനെ അസോസിയേറ്റ് ചെയ്തിരിക്കുന്ന ഇലക്ട്രിക് ഫീൽഡ്, ഇവിടെ ചാർജസ് ഉണ്ടേ,
the electric field will also start rotating. Electric field rotate ചെയ്യുമ്പോൾ there will be a change in the dipole moment. Dipole moment. Moment എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം റൊട്ടേഷനെ കാണിക്കണമെന്നാണ് മൊമെൻറ്റ് അല്ലേ. മൊമെൻറ്റ് ഓഫ് എ ഫോഴ്സ് ആണ് നമ്മൾ ടോർക്ക് എന്ന് പറയുന്നത്. ആ മൊമെൻറ്റ് എന്നുള്ള വേർഡ് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്കറിയണം there is some rotation. Dipole moment. അപ്പോൾ റൊട്ടേഷൻ ഓഫ് ഹും, റൊട്ടേഷൻ ഓഫ് ദിസ് ഡൈപോൾസ്, അതായത് പ്ലസിൻ്റെയും മൈനസിൻ്റെയും റൊട്ടേഷൻ. When they are rotating, what will happen? The electric field associated with this molecule, ചാർജ് ഉള്ളതല്ലേ, അപ്പോൾ ഇലക്ട്രിക് ഫീൽഡും റൊട്ടേറ്റ് ചെയ്യാൻ തുടങ്ങും. അതായത് ഡൈപോൾ മൊമെൻറ്റ് ചേഞ്ച് ചെയ്യും. ഇനി നമ്മൾ പറഞ്ഞു ഡൈപോൾ മൊമെൻറ്റ് ചേഞ്ച് ചെയ്യുന്നു. റൊട്ടേറ്റ് ചെയ്യുമ്പം ഈ ചാർജ് ചേഞ്ച് ചെയ്യോ, പ്ലസും മൈനസും ചേഞ്ച് ചെയ്യോ? ഇല്ല. ഇവർ തമ്മിലുള്ള ബോണ്ടിൻ്റെ ഡിസ്റ്റൻസ് ചേഞ്ച് ചെയ്യോ? ഇല്ല. സോ Q is also not changing, R is also not changing. But what is changing? Only the direction. ഇവിടെ നിന്ന് ഇങ്ങനെയുള്ളത് എങ്ങനെയായി? ഇങ്ങനെയായി, പിന്നെ അത് ഇങ്ങനെയായി, പിന്നെ അത് ഇങ്ങനെയായി, പിന്നെ അത് ഇങ്ങനെയായി, 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 ഇങ്ങനെയായി. ഓക്കെ, ഇങ്ങനെ 4 സൈഡിലും അത് ഇങ്ങനെ 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 റൊട്ടേഷൻ നടക്കുകയാണ്. ദാറ്റ് മീൻസ് ദാറ്റ് Q is ചാർജ് രണ്ടിലും ആർക്കും മാറ്റം വരുന്നില്ല, ഇവർ തമ്മിലുള്ള ഡിസ്റ്റൻസിലും മാറ്റം വരുന്നില്ല. ബട്ട് only one thing is changing, that is the direction. അപ്പോൾ ഈ ഡയറക്ഷൻ ചേഞ്ച് ചെയ്യുമ്പോൾ തന്നെ നമുക്കറിയാം ഇറ്റ് ഈസ് എ വെക്റ്റർ ക്വാണ്ടിറ്റി. So that is the dipole moment is a vector quantity, and we can say that dipole moment changes, the direction is also changing. അതൊരു ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി എങ്ങനെയാണ് റൊട്ടേഷൻ സ്പെക്ട്രം അറിഞ്ഞു എന്ന് നമുക്ക് പറയണ്ടേ? അതാണ് നമ്മൾ പറയുന്നത്. വി ആർ ഓൾവേസ് സീയിങ് ദാൻ ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ ഈസ് ഫോളോയിങ് ഓൺ ദിസ് മെറ്റീരിയൽ. അപ്പോൾ ഒരു ഡയറ്റോമിക് റൊട്ടറിൽ അല്ലെങ്കിൽ റിജിഡ് റൊട്ടർ അല്ലെങ്കിൽ ഡയറ്റോമിക് മോളിക്യൂളിൽ ഒരു ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ Hnu എന്ന് പറയുന്ന ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ വന്ന് ഈ മോളിക്യൂളിൽ ഫോളോ ചെയ്യും. എന്ത് പറ്റും? ഈ ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷനും അതിനുമുണ്ടൊരു ഫ്രീക്വൻസി ഉണ്ടല്ലോ. അപ്പോൾ ഈ ഫ്രീക്വൻസി ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷനും ഈ മോളിക്യൂൾ റൊട്ടേറ്റ് ചെയ്യുമ്പം ചേഞ്ച് ചെയ്യുന്ന ആ ഫ്രീക്വൻസിയും തമ്മിൽ മാച്ച് ചെയ്യുമ്പോൾ ദിസ് മോളിക്യൂൾ വിൽ സ്റ്റാർട്ട് അബ്സോർബിങ് എനർജി ആൻഡ് ഇറ്റ് ഈസ് ഗെറ്റിംഗ് എക്സൈറ്റഡ് ടു ഹയർ എനർജി ലെവൽ. എന്നൂടെ പറയാം. ഈ വരുന്ന ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ്റെ ഫ്രീക്വൻസിയും വെൻ ഇറ്റ് മാച്ചസ് വിത്ത് ഈ മോളിക്യൂൾ റൊട്ടേറ്റ് ചെയ്യുമ്പം, അതായത് ഡൈപോൾ മൊമെൻറ്റ് ചേഞ്ച് ചെയ്യുമ്പം ഒരു ഫ്രീക്വൻസി ചേഞ്ച് വരത്തില്ലേ, ആ ഫ്രീക്വൻസി ചേഞ്ചും ഈ ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ്റെ ഫ്രീക്വൻസിയും തമ്മിൽ മാച്ച് ചെയ്യുമ്പോൾ റെസണൻസ് എന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. when there is a resonance or when this absorbs, then the molecule will absorb energy and it is going to the higher energy level. Frequency of electric field, frequency of electromagnetic field, electric field of the molecule, frequency of the electromagnetic field. This is electromagnetic radiation. രണ്ടും കൂടെ മാച്ച് ചെയ്യണം. മാച്ച് ചെയ്യുമ്പോഴാണ് നമുക്ക് റൊട്ടേഷണൽ സ്പെക്ട്ര കിട്ടുന്നത്. അപ്പോൾ റൊട്ടേഷണൽ സ്പെക്ട്ര എന്ന് പറയുമ്പോൾ അത് ക്വാണ്ടൈസ്ഡ് ആണ്. അതിനൊരു പെർട്ടിക്കുലർ ക്വാണ്ടിറ്റി ഉണ്ട്. അതായത് E is equal to hν or hc/λ. ഇതാണ് ഞാൻ ഇത്രയും നേരം പറഞ്ഞത്. ഒരു ആരോ ഉണ്ട്, ആ ഒരു വരയുണ്ട്, പോസിറ്റീവ് ടു നെഗറ്റീവ്. ഈ ആരോയുടെ ക്യാപ്പ് നെഗറ്റീവിലോട്ടാണ് കാണിക്കുന്നത്. ദിസ് ഈസ് ദ ഡയറക്ഷൻ ഓഫ് ഡൈപോൾ, വെർട്ടിക്കൽ കമ്പോണൻറ്റ് ഓഫ് ഡൈപോൾ, അതായത് റൊട്ടേഷൻ ഓഫ് എ പോളാർ ഡയറ്റോമിക് മോളിക്യൂൾ ഷോയിങ് ഡൈപോൾ മൊമെൻറ്റ് എലോങ് ദ ഇസഡ് ആക്സിസ്. നമ്മൾ പറഞ്ഞു ഇതൊരു ഡയറ്റോമിക് മോളിക്യൂളാണ്, മാസ് ഉണ്ട്, റേഡിയസ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ അവൻ്റെ മൊമെൻറ്റ് ഓഫ് ഇനർഷ്യ mr² ആണ്. R എന്ന് പറയുന്നത് ഡിസ്റ്റൻസ് ഫ്രം ദ റൊട്ടേഷൻ ആക്സിസ്, മാസ് m. റൊട്ടേറ്റ് ചെയ്യുന്നതുകൊണ്ട് അവൻ ആരുണ്ട്? ആംഗുലാർ ഫ്രീക്വൻസി ഉണ്ട്, അതായത് ഒമേഗയുണ്ട്. സോ ആംഗുലാർ മൊമെൻറ്റം L is equal to I omega. Omega means 2πν. റേഡിയൻ പെർ സെക്കൻഡിലാണ് ആംഗുലാർ ഫ്രീക്വൻസി ഡിഫൈൻ ചെയ്യുന്നത്. അപ്പം നമ്മൾ പറഞ്ഞു മൈക്രോവേവ് റേഡിയേഷനാണ്. നമുക്കൊരു റേഡിയേഷൻ അബ്സോർബ് ചെയ്ത് കണ്ടോ, ഡൈപോൾ മൊമെൻറ്റിൻ്റെ ചേഞ്ച് കണ്ടോ, ഇതാണ് ഡൈപോൾ മൊമെൻറ്റ്. നിങ്ങൾക്ക് എന്തെങ്കിലും അറിയണമെങ്കിൽ I just put a slide about the dipole moments Q plus and Q minus, distance between them mu is equal to Q dot R. Molecules such as HCl and H2, they are polar or dipolar. They have a dipole moment and a molecule of HCl will turn to align with an electric field. അത് നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. You can just go read it.
Now rotational spectra for diatomic molecules. അതിൽ സിംപ്ലസ്റ്റ് ആണ് HCl അല്ലെങ്കിൽ OCS, that is കാർബൺ ഓക്സി സൾഫേറ്റ്. നമ്മൾ പറഞ്ഞു M1 M2 സെൻറ്റർ ഓഫ് മാസിൻ്റെ അടുത്ത് നിന്ന് M1 പോകുന്ന ഡിസ്റ്റൻസ്, that is R1, and distance from center of mass to mass M2 is R2. Distance between M1 and M2, that is denoted by the letter R, or bond length of this diatomic molecule. See now, so that this R0 means, that is the distance between M1 and M2 is the sum of R1 plus R2. R0 എന്ന് പറയുന്നത് R1 plus R2 ആണ്. There is a end over end rotation about C. ഇങ്ങനെ ചുറ്റും. So M1 R1 will be equal to M2 R2. നമ്മൾ ഒരു equidistant ആണ് എടുത്തിരിക്കുന്നത്. So moment of inertia I is equal to mr square or mi ri square. Mi means I can be ranging from 1 to how many number of particles. Here there are two types of atoms. So I is equal to m1 r1 square plus m2 r2 square, where m is the reduced mass. Now we know that L is equal to I omega, just now we saw, and the angular momentum root of j into j plus 1 h cross. Now this, when the molecule is rotating with the kinetic energy half I omega square, the energy levels are specified by h cross square by 2i j into j plus 1. See, j is the rotational quantum number, moment of inertia, mu is the reduced mass, internuclear distance is r, m1 and m2 r. Now how are we getting this energy of rotating molecule? This energy of rotating molecule, we are getting it from the Schrodinger equation. Schrodinger equation from quantum mechanics. See, this is the more detailed rotation. This is reduced mass mu. M1 M2 by M1 plus M2 is mu. How we are getting this? This is M1 R1 square plus M2 R2 square. We know that M1 is equal to R1. So instead of 1 here, from here R1 square, we have written it as M1 R1 into R1. Instead of that R1, we are going to write it as M2 R2 by M1. That is M1 R1 equal to M2 R2 എന്നുണ്ട്. അപ്പോൾ R1 is equal to M2 R2 by M1. ഇവിടെ M1 R1 സ്ക്വയറിന് പകരം M1 R1 ഇൻറ്റു R1 എന്ന് എഴുതി. അപ്പോൾ ഒരു R1ന് പകരം നമ്മൾ എന്തിട്ടു? M2 R2 by M1. അതുപോലെ തന്നെ ഇവിടെ ഒരു R2ന് പകരം നമ്മൾ M1 R1 by M2. അപ്പം നമുക്ക് ഇങ്ങനെ കിട്ടും, M1 M2 by M1 plus M2 ആണ് നമ്മുടെ മ്യൂ റെഡ്യൂസ്ഡ് മാസ് എന്ന് പറയുന്നത്. അതായത് IC along the C axis, the center of mass, we are getting mu r0 square. നേരത്തെ പറഞ്ഞതുപോലെ ഷ്രോഡിഞ്ചർ ഇക്വേഷനിൽ നിന്നാണ്. യു ആർ ജസ്റ്റ് ഗോയിങ് ടു സ്റ്റഡി ദ ഇക്വേഷൻ മാത്രമേ നമ്മൾ പഠിക്കേണ്ടി. അതിൽ നമ്മൾ നേരത്തെ പറഞ്ഞത് തന്നെയാണ്, ജെ റൊട്ടേഷണൽ ക്വാണ്ടം നമ്പർ J0 ആകുമ്പോഴാണ് ലോവസ്റ്റ് ലെവൽ. അപ്പോൾ ആ സമയത്ത് മോളിക്യൂൾ റൊട്ടേറ്റ് ചെയ്യുന്നില്ല. റൊട്ടേഷണൽ ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ മൈക്രോവേവ് റേഡിയേഷൻ്റെ ഫ്രീക്വൻസിയാണ് റൊട്ടേഷണൽ ഫ്രീക്വൻസി. ഇവിടെ E ഈസ് ഈക്വൽ ടു എച്ച് സ്ക്വയർ. നേരത്തെ ഞാൻ പറഞ്ഞായിരുന്നു എച്ച് ക്രോസ് സ്ക്വയർ ബൈ 2i j ഇൻറ്റു j പ്ലസ് 1. എച്ച് ക്രോസ് എന്ന് പറയുന്നത് h/2π ആണ്. ഇവിടെ എച്ച് ക്രോസ് സ്ക്വയർ എന്നാണ് പറഞ്ഞത്. എച്ച് ക്രോസ് എന്ന് പറഞ്ഞാൽ h/2π ആണ്. അപ്പോൾ ഇവിടെ h/2π ദ ഹോൾ സ്ക്വയർ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിയുമ്പോഴാണ് നമുക്ക് എന്ത് വരണത്? എച്ച് സ്ക്വയർ ബൈ 8π² j ഇൻറ്റു j പ്ലസ് 1 ജൂൾസ്. അത് നിങ്ങളൊന്ന് എഴുതി നോക്കണം, എഴുതി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കണം. എച്ച് ക്രോസ് എന്ന് പറയുന്നത് h/2π ആണ്. നിങ്ങൾ ഈ ഇക്വേഷൻ വേണം നിങ്ങൾ കാണാതെ പഠിച്ചു വെക്കാൻ. റൊട്ടേഷണൽ എനർജി ലെവൽസ് h² ബൈ 8π² j ഇൻറ്റു j പ്ലസ് 1. ഈ h/8π² IC അല്ലെങ്കിൽ h ക്രോസ് സ്ക്വയർ ഇവിടെ ഒന്ന് ഈ എച്ച് ക്രോസ് സ്ക്വയർ ബൈ 2i, അതായത് h/2π ദ ഹോൾ സ്ക്വയർ ബൈ 2i, അതിനെ അല്ലെങ്കിൽ ഈ h/8π² IC ആണ് നമ്മൾ റൊട്ടേഷണൽ കോൺസ്റ്റൻറ്റ് B ആയിട്ട് ഡിനോട്ട് ചെയ്യണത്. അപ്പം ഇവിടെ ഈ h² ഐക്ക് പകരം നമ്മൾ ക്യാപിറ്റൽ B എന്ന് എഴുതും. സോ E ഓഫ് J ഇസ് ഈക്വൽ ടു B ഇൻറ്റു j പ്ലസ് 1 ജൂൾസ്. ഇതാണ് റൊട്ടേഷണൽ സ്പെക്ട്രയുടെ എനർജി ലെവൽസ് എന്ന് പറയുന്നത് B J ഇൻറ്റു j പ്ലസ് 1, വേർ B ഇസ് ഈക്വൽ ടു h/8π² IC പെർ സെൻറ്റിമീറ്റർ അല്ലെങ്കിൽ h² / 8π² I ജൂൾസ്. രണ്ടെണ്ണമുണ്ട്. ഒന്നെന്ന് പറയണത് h/8π² IC പെർ സെൻറ്റിമീറ്റർ, അല്ലെങ്കിൽ അത് ജൂൾസിലോട്ട് മാറ്റണമെങ്കിൽ h² / 8π² I ജൂൾസ്. അതായത് EJ അതായത് ഈ EJയെ HC കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് എന്തായിട്ട് മാറണത്? അത് ജൂൾസിലോട്ട് മാറണത്.
ഈ ഇ ജെയെ എച്ച് സി, ഇ ജെ ഡിവൈഡഡ് ബൈ എച്ച് സി ആണ് സെൻറ്റിമീറ്റർ ഇൻവേഴ്സിനെ ജൂൾസിലോട്ട് മാറ്റണത്. ഇത് കുറച്ചുകൂടെ ഞാൻ ക്ലിയർ ആയിട്ട് എഴുതിയിട്ടുണ്ട്. നമ്മൾ എഴുതിയിട്ടുണ്ട് എപ്സിലോൺ എൽ ആണ് പറയണത്, അല്ലെങ്കിൽ നമുക്ക് ഇ എൽ ബൈ എച്ച് സി, ഇ ജെ ആക്കിയാലും കുഴപ്പമില്ല, ഏത് ലെറ്റർ ആണോ ഉപയോഗിക്കുന്നത്. ഈ റൊട്ടേഷൻ എന്ന് പറയുന്നത് എച്ച് ക്രോസ് സ്ക്വയർ ബൈ 2i ജെ ഇൻറ്റു ജെ പ്ലസ് 1. എൽ ഈസ് കോൺസ്റ്റന്റ്, എൽ ഈസ് ഈക്വൽ റൂട്ട് ഓഫ് ജെ ഇൻറ്റു ജെ പ്ലസ് 1. നമുക്കറിയാം ഇ ഈസ് ഈക്വൽ ടു എച്ച് ന്യൂ ആണെന്നറിയാം. അപ്പോൾ ഇവിടെ എച്ച് സ്ക്വയറിന് പകരം എച്ച് ഇൻറ്റു എച്ച് ബൈ 8 പൈ സ്ക്വയർ ഐ ജെ ഇൻറ്റു ജെ പ്ലസ് 1 എന്ന് എഴുതി. അതായത് ന്യൂ എന്ന് പറയുന്നത് എച്ച് ബൈ 8 പൈ സ്ക്വയർ ഐ ജെ ഇൻറ്റു ജെ പ്ലസ് 1. എച്ച് സ്ക്വയറിന് പകരം ഈ എച്ച് ന്യൂവിന് പകരം എച്ച് സ്ക്വയറിന് പകരം ഒരു എച്ച് നമ്മൾ എഴുതി, ബാക്കി എച്ചിനെ നമ്മൾ എന്തെഴുതി, എച്ച് ബാക്കി എച്ച് സ്ക്വയറിന് എച്ച് ഇൻറ്റു എച്ച് എന്ന് എഴുതി. ഒരു എച്ച് നമ്മൾ അങ്ങനെ തന്നെ എഴുതി. മറ്റേ എച്ച് എന്ന് പറയുന്നത് എച്ച് ബൈ 8 പൈ സ്ക്വയർ ഐ ജെ പ്ലസ് 1. അപ്പോൾ അതും ഇതും കൂടെ കമ്പയർ ചെയ്യുമ്പം, ഈ ഇക്വേഷനുമായിട്ട് കമ്പയർ ചെയ്യുമ്പം ന്യൂ ഈസ് ഈക്വൽ ടു എച്ച് ബൈ 8 പൈ സ്ക്വയർ ഐ ജെ ഇൻറ്റു ജെ പ്ലസ് 1. ഇതൊക്കെ നമ്മൾ പല ഇക്വേഷൻസ് ആണ്. സി ഈസ് ഈക്വൽ ടു ന്യൂ ലാംഡ. ലാംഡ എന്ന് പറയുന്നത് 1 ബൈ വേവ് നമ്പറാണ്, കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ്. നമുക്ക് സെൻറ്റിമീറ്റർ ഇൻവേഴ്സിലാണ് കിട്ടുകയാണെങ്കിൽ നമുക്ക് അതിൽ ജൂൾസിലോട്ട് ആക്കണമെങ്കിൽ അതിനെ എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യണം? യു ഹാവ് ടു ഡിവൈഡ് ഇറ്റ് ബൈ എച്ച് സി. സോ ന്യൂ ബാർ അല്ലെങ്കിൽ എപ്സിലോൺ എൽ എന്ന് പറയുന്നത് ബി ഇൻറ്റു ജെ പ്ലസ് 1. ബി എന്ന് പറഞ്ഞാൽ എച്ച് ബൈ 8 പൈ സ്ക്വയർ ഐ സി പെർ സെൻറ്റിമീറ്റർ ഓർ എച്ച് സ്ക്വയർ ബൈ 8 പൈ സ്ക്വയർ ഐ ജൂൾസ്. ഓക്കെ, അപ്പോൾ ഈ ഡിഫറെൻറ്റ്, അതായത് ഈ ബി ജെ ഇൻറ്റു ജെ പ്ലസ് 1 ഡിഫറെൻറ്റ് റൊട്ടേഷണൽ ലെവൽസ്, ജെ ഈക്വൽ ടു 0 ആകുമ്പം റൊട്ടേഷണൽ എനർജി ലെവൽ എന്താണ്? ജെ 0 ആകുമ്പം 0 വരും. ജെ ഈക്വൽ ടു 1 ആകുമ്പം ബി ഇൻറ്റു 1 ഇൻറ്റു 1 പ്ലസ് 1, 1 പ്ലസ് 1 എന്ന് പറഞ്ഞാൽ 2 ആണ്, അപ്പം 2b വരും. ജെ ഇസ് ഈക്വൽ ടു 2 വരുമ്പം എന്ത് പറയും? ബി ഇൻറ്റു 2, അപ്പം 2b ആയി. ബ്രാക്കറ്റിനകത്ത് 2 പ്ലസ് 1 3, അപ്പം 3 ഇൻറ്റു 2 6b ആയി. ഓക്കെ, ഇനി അടുത്ത 3 ആകുമ്പം 3 ഇൻറ്റു ബ്രാക്കറ്റിനകത്ത് 3 പ്ലസ് 1 4 അല്ലേ, അപ്പോൾ 4 ഇൻറ്റു 3 12, അപ്പം 12b വരും. ഇങ്ങനെ ജെയുടെ വാല്യൂ ഈ ഇക്വേഷനിൽ, അതായത് ബി ജെ ഇൻറ്റു ജെ പ്ലസ് 1ൽ നമ്മൾ ജെയുടെ വാല്യൂ 0 1 2 3 ഇടുമ്പം നമുക്ക് എന്ത് കിട്ടും? ഡിഫറെൻറ്റ് റൊട്ടേഷണൽ എനർജി ലെവൽസ് കിട്ടും. 0 2b 6b അങ്ങനെ കിട്ടും. ചെയ്ത് നോക്കണം. ഇനി എങ്ങനെയാണ് ഇതിൻ്റെ സെലക്ഷൻ റൂൾ? അതായത് എല്ലാത്തിനും ഒരു മൈക്രോവേവ് സ്പെക്ട്ര കിട്ടണമെന്നില്ല. അപ്പോൾ 2 സെലക്ഷൻ റൂളാണ് പറയണത്. ഒന്നെന്ന് പറയണത് ആ മോളിക്യൂളിന് പെർമനൻ്റ് ഇലക്ട്രിക് ഡൈപോൾ മൊമെൻറ്റ് വേണം. അങ്ങനെയുള്ള മോളിക്യൂൾസിന് മാത്രമേ നമുക്ക് എന്താവുള്ളൂ? റൊട്ടേഷണൽ സ്പെക്ട്ര കിട്ടുള്ളൂ. അല്ലെങ്കിൽ ഹോമോ ന്യൂക്ലിയർ ഡയറ്റോമിക് മോളിക്യൂൾസിന് പ്യുവർ റൊട്ടേഷണൽ സ്പെക്ട്ര കിട്ടൂല. ഓക്കെ, ഹെട്രോ ന്യൂക്ലിയർ മോളിക്യൂൾസ് ഹാവ് റൊട്ടേഷണൽ സ്പെക്ട്ര. അതായത് ഇപ്പോൾ H2 ഹോമോ ന്യൂക്ലിയർ ഡയറ്റോമിക് മോളിക്യൂൾ കിട്ടൂല. അതേസമയം HCl ആണെങ്കിലോ അവ ഹെട്രോ ന്യൂക്ലിയർ ആണ്, ഡയറ്റോമിക് മോളിക്യൂളാണ്, അവന് കിട്ടും. ഇനി സ്പെസിഫിക് റൂൾസ് ആണ്. അതായത് ഡെൽറ്റ ജെ ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് 1 ആണ് നമ്മളെ ട്രാൻസിഷൻ റൂൾസ്. പ്ലസ് എന്ന് പറയുന്നത് അബ്സോർപ്ഷനും മൈനസ് എന്ന് പറയുന്നത് എമിഷനും. അതായത് പ്ലസ് കിട്ടിയാൽ എന്ത് പറ്റും? അവൻ മുകളിലോട്ട് പോകും. കണ്ട, നമ്മൾ പറഞ്ഞ 2b ആണ് എനർജി, ഏത് എനർജി തമ്മിലുള്ള എനർജി ലെവൽസിൻ്റെ സ്പേസിങ് എന്ന് പറയുന്നത് 2b ആണ്. ജെയുടെ വാല്യൂ അനുസരിച്ച് കൂടി പോകുന്നുണ്ട്. നമ്മൾ നേരത്തെ എഴുതിയ 0 2b 6b 12b 20b അങ്ങനെ അതങ്ങ് പോകും. അതാണ് എനർജി ലെവൽസ്. ജെയുടെ വാല്യൂ ഇവിടെ 1 വരുമ്പം ഇവിടെ 2b, ഇവിടെ 2 വരുമ്പോൾ ഇവിടെ 6b, ഇവിടെ 3 വരുമ്പോൾ ഇവിടെ 12b. ഇവിടെ ട്രാൻസിഷൻ നടക്കുമ്പം ഇവർ തമ്മിലുള്ള ലെവൽസാണ്. 1ൽ നിന്ന് 2ലോട്ട് പോകുമ്പം, 2ൽ നിന്നും 3ലോട്ട് പോകുമ്പോൾ അതെങ്ങനെയാണെന്ന് വിൽ സി. ഇതാണ് ട്രാൻസിഷൻ നടക്കുന്നത്. അതായത് റൊട്ടേഷണൽ സ്പെക്ട്ര കാൽക്കുലേഷൻ. ഇ ഇസ് ഈക്വൽ ടു ഇ ജെ ഡാഷ് മൈനസ് ഇ ജെ. അതായത് ജെ ഫൈനൽ മൈനസ് ജെ ഇനിഷ്യൽ എപ്പോഴും എന്താവണം? +1 ആയ, ദാറ്റ് ഈസ് അബ്സോർപ്ഷൻ. ജെയിൽ നിന്നും ജെ പ്ലസ് 1ലോട്ട് പോവുകയാണ്. സോ വി ഹാവ് അവർ ജനറൽ ഫോർമുല ന്യൂ ബാർ ഇസ് ഈക്വൽ ടു ബി ഓഫ് ജെ ഇൻറ്റു ജെ പ്ലസ് 1. അതല്ലേ നമ്മളെ ഫോർമുല? അപ്പോൾ അത് ജെയിൽ നിന്നും ജെ പ്ലസ് 1ലോട്ട് പോവുകയാണ്. അപ്പോൾ നമ്മുടെ ഫോർമുല അനുസരിച്ച് ജെ ഫൈനൽ മൈനസ് ജെ ഇനിഷ്യലാണ്. അപ്പം നമ്മളിവിടെ ജെ ഇവിടെ എവിടെയൊക്കെ ഉണ്ടോ അവിടെ എന്ത് പറയും? ജെ പ്ലസ് 1 ഇടും. ഇപ്പോൾ ബി ഓഫ് ജെ പ്ലസ് 1 ഇൻറ്റു ബ്രാക്കറ്റിനകത്ത് ജെക്ക് പകരം ജെ പ്ലസ് 1 ഇടും. അപ്പോൾ എന്ത് പറ്റും? ഇവിടെ ജെ പ്ലസ് 2 മൈനസ് ബി ഓഫ് ജെ ഇൻറ്റു ജെ പ്ലസ് 1. ജെയിൽ നിന്നും അടുത്ത ലെവലിലോട്ട് പോവുകയാണ്. അപ്പോൾ ബി ജെ ഇൻറ്റു ജെ പ്ലസ് 1 ആണ് നമ്മളെ ഒറിജിനൽ ഫോർമുല. അപ്പോൾ ജെ പ്ലസ് 1 സ്റ്റേറ്റിനെ റെപ്രസെൻറ്റ് ചെയ്യണത്
എവിടെയൊക്കെ ഈ ഫോർമുലയിൽ ജെ ഉണ്ടോ അവിടെയൊക്കെ ജെ പ്ലസ് വൺ ഇട്ടു. സോ ജെ പ്ലസ് വൺ ആയി മൈനസ് ബി ജെ ഇൻറ്റു ജെ പ്ലസ് വൺ. അപ്പോൾ ഇതിന് ബി ജെ പ്ലസ് വൺ കോമൺ എടുക്കാം, ജെ പ്ലസ് ടു മൈനസ് എടുക്കാം. സോ ഇത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് എന്തും 2b ഇൻറ്റു ജെ പ്ലസ് വൺ. ജെ സ്ക്വയർ എന്നൊന്നും ചെയ്ത് കളയരുത്. ബി ഓഫ് ജെ പ്ലസ് വൺ കോമൺ ആയിട്ട് അങ്ങ് എടുത്താൽ മതി. അപ്പം ജെ പ്ലസ് ടു മൈനസ് വൺ എന്ന് വരും. സോ 2b ഇൻറ്റു ജെ പ്ലസ് വൺ പെർ സെൻറ്റിമീറ്റർ. സോ മൈക്രോവേവ് അബ്സോർപ്ഷൻ ലൈൻസ് ഷുഡ് അപ്പിയർ അറ്റ് ജെ സീറോയിൽ നിന്നും വണ്ണിലോട്ട് പോകുമ്പോൾ നമുക്ക് 2b വരും. ജെ വണ്ണിൽ നിന്നും, അതായത് ഇത് സീറോ അല്ലേ, സീറോ എന്ന് പറഞ്ഞാൽ 2b ആണ് അല്ലേ. അതായത് സീറോയിൽ നിന്നും വണ്ണിലോട്ട് പോയപ്പോൾ നമുക്ക് എന്ത് വന്നു, 2b വന്നു. വണ്ണിൽ നിന്നും 2ലോട്ട് പോയപ്പോൾ നമുക്ക് എന്ത് വന്നു, 4b വന്നു അല്ലേ. 2ൽ നിന്നും 3ലോട്ട് പോകുമ്പോൾ നമുക്ക് എന്ത് വരും, 6b വരും. 3ൽ നിന്നും 4ലോട്ട് പോകുമ്പോൾ നമുക്ക് 8b വരും. 4ൽ നിന്നും 5ലോട്ട് പോകുമ്പം 10b വരും. അപ്പോൾ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യണമെന്ന് മനസ്സിലായല്ലോ. സീറോയിൽ നിന്നും 1ലോട്ട് 2b, സീറോയിൽ നിന്നും 1ലോട്ട് 2b, 1ൽ നിന്നും 2ലോട്ട് 4b. അപ്പം നമ്മുടെ ജനറൽ ഫോർമുല ഇതാണ്, ബി ജെ ഇൻറ്റു ജെ പ്ലസ് വൺ. അപ്പം ട്രാൻസിഷൻ വരുമ്പോൾ ഫൈനൽ ട്രാൻസിഷൻ മൈനസ് ഇനിഷ്യൽ ട്രാൻസിഷൻ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചാൽ മതി. ദിസ് ഈസ് എഗെയിൻ ഒന്നുകൂടെ ക്ലാരിറ്റി വരാൻ വേണ്ടി വെച്ചതാണ്. 0 വരുമ്പോൾ 0, 1 വരുമ്പം ഇത് ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. ഇത് എനർജി സ്പേസിംഗ് ആണ്. ട്രാൻസിഷൻ നടക്കുകയാണ്, അബ്സോർബ് ചെയ്ത് മുകളിലോട്ട് പോവുകയാണ്. ഇതാ ജൂൾസിലോട്ട് വന്നിട്ടുണ്ട് 2b. ഓക്കെ. നൗ ഇൻറ്റൻസിറ്റീസ് ഓഫ് റൊട്ടേഷണൽ സ്പെക്ട്ര ലൈൻസ് ഗ്രൗണ്ട് സ്റ്റേറ്റിൽ നിന്ന് അപ്പർ സ്റ്റേറ്റിലോട്ട് പോയി. അതാണ് നമ്മൾ ബി ജെ ഇൻറ്റു ജെ പ്ലസ് വൺ എന്ന് പറയുന്നത്. മൈക്രോവേവ് സ്പെക്ട്രം ആണ്. ഇത് ഇനിഷ്യൽ സ്റ്റേറ്റ് പോപ്പുലേഷനെ ഡിപ്പെൻഡ് ചെയ്യും. അതുപോലെ ഡീജനറസി നമ്മൾ എക്സിസ്റ്റൻസ് ഓഫ് 2 or more എനർജി ലെവൽസ്. ഡീജനറേറ്റ് എന്നുള്ളത് 3j+1 ആണ്. കൂടുതൽ ഡീറ്റെയിൽസ് വേണ്ട. ഓക്കെ. ഹിയർ ദർ ഇസ് ആൻ എക്സാമ്പിൾ. അപ്പോൾ ഈ മൈക്രോവേവ് സ്പെക്ട്രത്തിൽ നിന്നും നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുന്നത് എന്തൊക്കെയാണ്? മൊമെന്റ് ഓഫ് ഇനർഷ്യ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും, ബോണ്ട് ലെങ്ത് r കാൽക്കുലേറ്റ് ചെയ്യാം, റൊട്ടേഷണൽ കോൺസ്റ്റന്റ് കാൽക്കുലേറ്റ് ചെയ്യാം. നമുക്ക് തന്നിരിക്കുന്ന കാർബൺ മോണോക്സൈഡിന്റെ ഒരു എക്സാമ്പിൾ ആണ് തന്നിരിക്കുന്നത്. നമ്മൾ ആ ഫോമിൽ എഴുതണു, r കണ്ടുപിടിക്കുന്നു. ഓക്കെ. ഐ തിങ്ക് ഇത് വെച്ച് നമുക്കിവിടെ ഇതും കൂടെ ഒന്ന് പറയാം. ഇത് റൊട്ടേഷനും വൈബ്രേഷനും ഉണ്ട്. ഇത് അടുത്ത ദിവസം പറയാം. We'll stop here and till here just do this formula. Any doubt you can ask. Thank you.